ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എൻ്റെ വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ, എന്നെ നന്നായിട്ട് അറിയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് ചോദിക്കും, ഷാജി നീ ഇതെങ്ങനെ ചെയ്യുന്നത്, നിനക്ക് എന്തിനാണ് എപ്പോഴും ഇതിനൊക്കെ സമയം കിട്ടുന്നത്, ഇതൊന്നുമില്ലാത്ത നമുക്ക് സമയം കിട്ടുന്നില്ല, നമുക്ക് ഒട്ടും സമയമില്ല, നിനക്ക് ഇതൊക്കെ എപ്പോഴും ഇതിനൊക്കെ സമയം കിട്ടുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ ചെടികളൊക്കെയാണ് കേട്ടോ, എൻ്റെ പച്ചക്കറികളും എൻ്റെ ചെടികളും, ഇത്രയും ചെടികൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 5-5:30 മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ഉണ്ടാക്കി കൊടുക്കണം, 6:55 ബസ് കയറിയിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പോകണം, അത് കഴിഞ്ഞിട്ട് 8:55 ബസ് കയറിയിട്ട് സ്കൂളിലെത്തണം. സ്കൂളിൽ നിന്ന് പിന്നെ ഒരു ദിവസം എനിക്ക് ഒരു പീരീഡ് ഓഫുള്ളൂ, ബാക്കി 6 പീരീഡും പിന്നെ ക്ലാസ് ടീച്ചറും കൂടെയാണ്, 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ആലോചിച്ച് കൂടി അത്യാവശ്യം കഞ്ഞി കണക്കും ചോറിൻ്റെ കണക്കും കുട്ടികളുടെ കാര്യങ്ങളും നുള്ളിയതും പിച്ചിയതും അവർ എഴുന്നേണ്ട് വന്നിട്ടല്ലേ ഉള്ളൂ, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ ബസ് സ്റ്റാൻഡിലെത്തുമ്പോഴേക്കും തിരിച്ച് സ്റ്റാൻഡിലെത്തുമ്പോഴേക്കും 5-5:30 മണിയാവും. ആ ബസ്സും പിടിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും 6-6:30 മണി. എന്നിട്ട് എൻ്റെ ചെടികൾ നോക്കണം, എൻ്റെ രാത്രിക്കത്തെ നമുക്ക് ഡിന്നർ ഉണ്ടാക്കണം, നിസ്കരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനൊക്കെ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നറിയോ? ഈ ഒരു ഞായറാഴ്ച വരുമ്പം ഞാൻ എൻ്റെ പണികളൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, മോൾ അവിടെ ഇരുന്നിട്ട് ദിക്റെല്ലുന്ന വീഡിയോ എടുത്തില്ലേ, അവളവിടെ വെറുതെ ദിക്റെല്ലുന്നു കേട്ടോ. അവളും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ. വീട് അടിക്കലും തുടക്കലും ഒക്കെ അവൾ തന്നെയാണ്. ഒരാഴ്ചക്കുള്ള തേങ്ങ മുഴുവൻ ചിരകി ഞാൻ വെക്കും കേട്ടോ. അവിടെ നിന്ന് ദിക്റെടുക്കുന്ന ആൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഓടി വന്നിട്ട് തേങ്ങ ചിരകുന്നുണ്ടില്ലേ. ഈ കണ്ട 6-7 തേങ്ങകളൊക്കെ നമ്മൾ ചിരകി സെറ്റ് ചെയ്ത് ഓരോ ദിവസത്തിനായിട്ട് മാറ്റി ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കും കേട്ടോ. പിന്നെ ഈ വീടൊക്കെ ക്ലീൻ ചെയ്യലും ഈ വക കാര്യങ്ങൾ സെറ്റ് ചെയ്യലൊക്കെ ഈ ശനിയും ഞായറും ദിവസങ്ങളിലാണ്. അന്ന് നമുക്ക് ട്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മൊത്തം കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുന്നതൊക്കെ ഇന്നത്തെ ദിവസമായിരിക്കും കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കഴുകിയെടുത്ത് വെക്കുക. ഫ്രൂട്ട്സൊന്നും എന്നും ഉണ്ടാവില്ല. ഇത് ഞങ്ങളെ വർഗീസ് സാർ കേട്ടോ, പുതിയ സ്കൂളിലൊരു നല്ലൊരു സാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാറെ. അവരുടെ സംസാര രീതിയാണെങ്കിലും അവരെ മെൻറ്റാലിറ്റിയും ഒക്കെ ഇഷ്ടമാണ്. പിന്നെ ഇത് ഉണങ്ങിപ്പോയ ഇഞ്ചിയാണ്, അതൊക്കെ മുള വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കുഴിച്ചിടണം ഇന്ന്. പിന്നെ കുറേ ചുക്കായിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് കഴുകി ഉണക്കി പൊടിച്ച് എടുത്ത് വെക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ദോശയായിരുന്നു, അതിലേക്കുള്ള കറിയാണ്, വെണ്ടക്ക കറിയാണ്. പിന്നെ ഉച്ചയ്ക്കുള്ള വെള്ളരി കറി ആയിട്ടുണ്ട്. നാളേക്കുള്ള മീനാണ് ഇട്ടത്, ഇന്നത്തേക്കുള്ള നാളേക്കുള്ള മീനാണ്. അത് നമ്മൾ മസാല ഒക്കെ തേച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കും. തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചോറ് റെഡി. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഞായറാഴ്ചകളിലാണ്, ശനിയും ഞായറും ദിവസങ്ങളിലാണ് കേട്ടോ. തേങ്ങയാണെങ്കിലും മസാലകളാണെങ്കിലും ഇവ കാര്യങ്ങളൊക്കെ തോരനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ കഴിയും. ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.